സുഹൃത്തുക്കളെ, ഇന്നൊരു ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വന്നൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ആക്റ്റീവ 5G ആണ്. നമ്മുടെ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ കസ്റ്റമർ സർവീസിനായിട്ട് കൊണ്ടുവന്ന കംപ്ലയിൻസ് ഒന്നുമില്ല കാര്യമായിട്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ കാർബറേറ്റർ നീഡിൽ മാറിയിട്ടുണ്ട്. വണ്ടിക്ക് ചെറിയൊരു ഓവർഫ്ലോ, വണ്ടി വെക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പെട്രോൾ മണക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഓവർഫ്ലോൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ നീഡിൽ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ ഓയിലും മാറിയിട്ടുണ്ട്. ഈ അടിയത്തെ ബോൾട്ടും ഈ മേലത്തെ ബോൾട്ടും 12-ന് 2 ബോൾട്ട് നമ്മുടെ ഗിയർ ഓയിൽ മാറാനായിട്ട് വരിക. ഈ ഒരു ബോൾട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് അറിയാൻ പറ്റും. പിന്നെ 120 ml ആണ് ഇതിൻ്റെ ഓയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ക്ലച്ച് ബെൽറ്റ് മാറിയിട്ടുണ്ട്. വേറൊരു കമ്പനിയുടെ ബെൽറ്റ് ഇട്ടേ. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഹെഡ് ബീഡിങ്, ഈ ഒരു വണ്ടിയുടെ ഹെഡ് ബീഡിങ്ങിന് ചെറിയൊരു ലീക്കുണ്ട്. ഹെഡ് വാൽ കവറിൻ്റെ അതിൽ കൂടെ ചെറിയ ലീക്കുണ്ട്, അത് മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എനിക്കിങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ജസ്റ്റ് അവിടെ നിർത്തും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് വണ്ടിയുടെ വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പം അതാണ് ഇവിടെ നിർത്തിയത്. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു വണ്ടിയുടെ എയർ ഫിൽറ്റർ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ പാടില്ല, മാറ്റണം. പിന്നെ കസ്റ്റമറുടെ അത്യാവശ്യം നല്ല ബില്ലാകി വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ ഞാൻ അത് ക്ലീൻ ചെയ്തിട്ടു. സാധാരണഗതിയിൽ ഞാൻ മാറ്റിക്കാറാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ കഥകൾ.